അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഉള്ളി വറുത്തൊന്ന് കോരുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരുപാട് സമയമൊന്നും കിടന്ന് ഉള്ളി വഴറ്റണ്ട, ഒന്നും ചെയ്യണ്ട. ഉള്ളി സാധാരണ നമ്മൾ വറുക്കുമല്ല ബിരിയാണിക്ക്, അതേമാതിരി തന്നെ വറുത്ത് നല്ല വേവിച്ച് നല്ല കണ്ട നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ചിക്കൻ ഒരു 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് ഇഞ്ചി വെളുത്തുള്ളി ഇത് അരച്ചതാണ്, ചതച്ച് വെച്ചേക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചേക്കുവാണ്. ഒരു 10 വെളുത്തുള്ളി, അതേമാതിരി ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, പുതിന, മല്ലിക്കീര ഇത് ഇട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാള ഒരു 4 സവാളയാണ്, വലിയ സവാള വറുത്ത് വെച്ചേക്കുന്ന ഇതും കൂടി. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ ഹൈദരാബാദി ചിക്കൻ്റെ മെയിൻ സാധനമാണ് ഉള്ളി വറുത്തത്. ഉള്ളി വറുത്തതിന് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ല പുളിയില്ലാത്ത കട്ട തൈര് ഒരു 2 സ്പൂണ് ഞാൻ ഇടുവാണ്. അതിനുശേഷം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഓരോ സ്പൂൺ വീതം. ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, പിന്നെ സാജീരകമാണ് വേണ്ടുന്നത്. അതില്ലാത്തത് കൊണ്ട് ഞാൻ നല്ല ജീരകം എടുത്ത്, ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. ഗരം മസാല അത് 2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ ചേർന്നുള്ള ഗരം മസാല. അപ്പോൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് അരപ്പൊക്കെ ഒന്ന് നല്ല പിടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം എടുക്കാവും. ഇല്ലെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂർ ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം. കാരണം ഈ ഉള്ളി വറുത്ത ആണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. അതുകൊണ്ട് ആദ്യമേ ഉള്ളി വറുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണ്. അതിനുശേഷം ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള ചോറെടുക്കുക. അരി എടുക്കുക. അരി ഞാൻ 2 ഗ്ലാസ് അരി, ഈ ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് എടുത്ത് കഴുകി ഒരു 20 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റി വെച്ചേക്കുവാണ്. 2 ഗ്ലാസ് അരിയാണ് വെച്ചേക്കുന്നത്. ഊറ്റി പറ്റിക്കുമല്ല, നെയ്ച്ചോറല്ല, ഊറ്റിയെടുക്കാനാണ്. അതിന് ആവശ്യമായ വെള്ളം വെച്ചതിന് ശേഷം ഒരു 2-2.5 ലിറ്റർ വെള്ളം വെക്കണം. വെച്ചതിന് ശേഷം ഗ്രാമ്പു, ഏലക്ക, പട്ട, ബീ ലീഫ്, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം ഇടണം. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് മുമ്പിൽ നിൽക്കണം, എന്നാലേ ചോറ് വേകുമ്പം നല്ല പരുവത്തിന് ചോറ് കിട്ടത്തുള്ളൂ. വെള്ളം തിളയ്ക്കുന്ന സമയത്തിന് നമുക്ക് വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കൊടുത്തുവാണ് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അടച്ചു വെക്കാൻ. ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം വെക്കണം. ശകലം എണ്ണ ഇടുന്നത് കാണിച്ചില്ല. സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കണം. ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അടച്ചു വെക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പേലോട്ട് വെച്ച് ഇറച്ചി എടുത്ത് ചീനിച്ചട്ടി വെച്ച് നെയ്യും വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇറച്ചി അതിനകത്തോട്ട്, അത് ഇടയ്ക്ക് ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം വന്നതാണ് ഇരുട്ടായിട്ട് നിൽക്കുന്നത്. ഇറച്ചി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിനകത്തുനിന്ന് വെള്ളം ഊറി വരും. ഇപ്പം റെഡിയായി. ഊറി നല്ലതുപോലെ നല്ല ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് നമുക്ക് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വേവും. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഈ ഇറച്ചിയിൽ നിന്നും വെള്ളം ഊറി വരുന്നത് എല്ലാ അരപ്പ് മസാലകളെല്ലാം അടുക്കി പിടിക്കാതെ നമ്മൾ നോക്കി കൊടുക്കണം. ഇനി ഇടയ്ക്ക് വെച്ച് ഈ ചോറൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം പിന്നെ അടച്ച് വെക്കണം. എന്നിട്ട് പാകത്തിന് ഒരു 3/4 ഭാഗം വേവ് മതി ഇതിന്. പിന്നെ ദമ്മിടുമ്പം ദമ്മിടുമ്പം നമുക്ക് ഒന്നും കൂടെ വേവും. ഞാൻ ചോറ് ഊറ്റുവാണ്. എളുപ്പം തയ്യാറാക്കാം. ഞാൻ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഉള്ളി വറുത്തത് കുറച്ച് ഇതിനകത്തോട്ട് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇറച്ചി ഒന്ന് ഇളക്കുവാണ്. ഇറച്ചി നല്ല
വെന്ത് നമ്മൾ പിന്നെ ഇത് അല്ലാതെ ദമ്മിടുമ്പം ഇറച്ചി വെക്കാൻ നല്ല വേവത്തില്ല, പച്ച ഇതായിട്ടിരിക്കും. കടിച്ചത് അങ്ങനെ എല്ലാം റെഡിയായി. ഇനി ചരുവത്തിനകത്തോട്ട് ഊറ്റിയിട്ടിട്ടില്ല ചോറ്. ആ ചോറ് വെച്ച ചരുവത്തിൽ തന്നെ നമുക്കിത് ദമ്മിടാം. അടിയിൽ നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇറച്ചി ഇടുക. കുറച്ച് ഓരോരോ തട്ടായിട്ട് നമുക്കിടാം. ചെറിയ തീയിൽ വേണം, അരമണിക്കൂർ നമുക്ക് ദമ്മിടാൻ വെക്കണം, ചെറിയ തീയിൽ. അപ്പോൾ ഒന്നും കൂടെ ഈ ചോറൊന്ന് വേവും ഇരുന്ന്. അപ്പോൾ ഇറച്ചിയുടെ ഈ അരപ്പുമൊക്കെ അങ്ങ് പിടിക്കും. മല്ലിക്കീര ഇട്ട് കൊടുക്കുക, പുതിനായും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ദാണ്ട നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ മുകളിലോട്ട്. അതിൻ്റെ ചോറിൻ്റെ ഇതിൻ്റെ മുകളിലോട്ട് ഓരോരോ തട്ടിൽ ദാണ്ട നാരങ്ങാ നീരാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. ആണ് ഇത് നമ്മൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് പാലിൽ ചാലിച്ച് വെക്കാം. ഇതിപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് പാലിനകത്താണ് മഞ്ഞപ്പൊടിക്കകത്തോട്ട് പാലൊഴിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഒന്നും കുങ്കുമപ്പൂ കാണത്തില്ലല്ലോ. അപ്പോൾ അതിന് പകരം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അരപ്പ് ഇട്ട് കൊടുക്കുക, അരപ്പും ഇറച്ചിയും കൂടെ ഓരോ തട്ടിനിടാം. ഇനി ചോറിട്ട് കൊടുക്കുക. ഈ ഹൈദരാബാദി ബിരിയാണിക്കുടെ അരിക്ക് ഇത് ബസ്മതി റൈസാണ്. നീളമുള്ള അരി വേണം എടുക്കാൻ, നീളമുള്ള അരിയാണ് ഇത് ഹൈദരാബാദി ബിരിയാണിക്ക് വേണ്ടുന്നത്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാൻ ആ പാത്രം കൂടെ വടിച്ചങ്ങ് ഒഴിച്ചു കൊടുത്ത്, അരപ്പ് കളയണ്ടാലോ. നല്ല മസാല പിടിച്ചിരിക്കും അന്നേരം ചോറിനകത്ത്. ഇനി ചോറിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങായി, ഉള്ളി, സവാള വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ പുതിന, മല്ലിക്കീര വേണ്ട. ഇനി ബാക്കിയുള്ള മഞ്ഞപ്പൊടിയും പാലും കൂടെ പാലിനകത്ത് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട്. ബാക്കി ഒഴിച്ചു കൊടുത്ത്, നെയ്യും ഒഴിച്ചു കൊടുത്ത്, ഇനി മല്ലിക്കീരയും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഞാൻ കാരണം പിന്നെ അരച്ച് ഞാൻ ഇറച്ചിക്കകത്ത് മസാലയ്ക്കകത്ത് പുരട്ടിയിട്ടുണ്ടല്ലോ, പുതിനായും മല്ലിക്കീരയും കൂടെ ഇട്ട് പുരട്ടി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇടാൻ കുറച്ചേ ഉള്ളായിരുന്നു. വേണ്ട, അടച്ച് വെച്ചിട്ട് ദമ്മിടാം. ഇതാണ്ട വെയിറ്റ് എടുത്ത് നല്ലൊരു വെയിറ്റ് എടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം തുറന്ന് നമുക്ക് അരമണിക്കൂർ ഞാൻ തീ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എടുത്ത് നല്ല മണം എങ്ങനെ അടിച്ച് വരുവാണ് ബിരിയാണി. ഹൈദരാബാദി ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. പാത്രത്തിലോട്ട് കോരുവാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.